അന്വേഷണം തൃപ്തികരമല്ല. കാരണം ആരെയും ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു എന്നുള്ളതല്ലാതെ വേറെ ഇതിനകത്തൊരു മുന്നോട്ട് ഒരു ഇത് നടന്നിട്ടില്ല. അമ്മേനെ അറസ്റ്റ് ചെയ്യും, അവരെ ജാമ്യത്തിൽ വിട്ടയച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾക്ക് മനസ്സിലായി ഇത് മുന്നോട്ട് പോകുകയല്ല. ആരുടെയൊക്കെയോ ഭീഷണി പൈസ കൊടുക്കുകയോ എന്തൊക്കെയോ ചെയ്ത് ഇവർ അവരുടെ കൂടെ കൂടി. അത്രേ നമുക്ക് പറയാനുള്ളൂ. പക്ഷേ ഇതിനൊരു നീതി ലഭിക്കുന്നില്ല. നമ്മുടെ ഏറ്റുമാനൂർ SHO നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ്. പുള്ളിയെ കാണുമ്പോൾ അറിയാം. പക്ഷേ പുള്ളിയെ മൂക്ക് കയറിയിട്ടിരിക്കുകയോ ഭരണകർത്താക്കൾ. പുള്ളിക്ക് അനങ്ങാൻ മേല. മൂക്ക് കയറിയിട്ട് കയറെ പിടിച്ചു കഴിഞ്ഞാൽ മൂരി നിൽക്കുമോ അനങ്ങുമോ? അപ്പോൾ അങ്ങനെ നിർത്തിയിരിക്കുവാണ്. അപ്പോൾ നമുക്ക് നീതി കിട്ടിയാൽ മതി. ഈ ജിസ്മോൾക്കും കുഞ്ഞുങ്ങൾക്കും നമുക്ക് നീതി കിട്ടണം. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂറിനൽ ബ്ലാഡർ empty ആയിരുന്നു. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാനീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതാണ്. യൂറിനൽ ബ്ലാഡർ empty ആയിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതിനകത്ത് വെള്ളവും മൂത്രവും ഇല്ലായിരുന്നു. അതങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്താണ്? ഇസ്മോൾ വെള്ളം കുടിച്ചിട്ടില്ല. ആ പിതാവിന് ഇവിടെ നടക്കുന്ന അന്വേഷണത്തിൽ തൃപ്തിയില്ല എങ്കിൽ തീർച്ചയായും അന്വേഷണം ശരിയായ രീതിയിലല്ല എന്ന സംശയം നിലയ്ക്കുകയാണ്. ആത്മാർത്ഥമായി ശ്രമിക്കണം. അതിന് സഹായകരമായ രീതിയിലാണ് വളരെ ശക്തമായ ഭാഷയിൽ ശാന്തമായ രീതിയിൽ ഈ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മഹാത്മജിയുടെ പ്രതിമയുടെ മുമ്പിൽ ഒരു സഹന സമരത്തിന് ശേഷമാണ് ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ഇവിടെ ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചിരിക്കുന്ന മുഴുവൻ പേരെയും ഹൃദയപൂർവ്വം നന്ദിയോടെ ഓർക്കുകയാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് സഹോദരിമാര് വളരെ ആവേശകരമായി ഈ സമര രംഗത്തേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അവർക്കൊരു വികാരമുണ്ട്. അവരുടെ പ്രിയപ്പെട്ട ഒരു സഹോദരിക്കും ഒരു മകൾക്കും ഇപ്രകാരം ഒരു ക്രൂരമായ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നു, നമ്മുടെ മക്കൾക്ക് ഒരിക്കലും ഇപ്രകാരം ഒരു ഹീനമായ മരണം, ദുരൂഹമായ ഒരു മരണം, ഇപ്രകാരമുള്ള ഒരു സഹനം ഉണ്ടാകാൻ പാടില്ല എന്ന്. തീർച്ചയായും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ സമരം ചെയ്യുന്നത്. മരണപ്പെട്ടു പോയ ജിസ്മോളും ആ കുഞ്ഞുങ്ങളും ഇന്ന് ദൈവസന്നിധിയിലാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. എങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഇപ്രകാരമുള്ള ഗാർഹിക പീഡനം ഒരു കുടുംബത്തിലും ഉണ്ടാകാതിരിക്കാൻ, അപ്രകാരം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടാൻ, ഈ സമൂഹത്തില് നീതി നടപ്പാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഈ സമരം ഉത്തരവാദിത്തപ്പെട്ട പോലീസ് അധികാരിയുടെ കണ്ണു തുറപ്പിക്കുകയും കൃത്യമായ ഒരു റിപ്പോർട്ട് ഈ 2 പഞ്ചായത്തുകളിൽ നിന്നും ഇത്രയധികം ആളുകള്, പ്രത്യേകിച്ച് വനിതകൾ ഉൾപ്പെടെ സന്നിഹിതരായ ഒരു സമരമാണ് ഇവിടെ നടന്നത് എന്ന് കൃത്യമായ റിപ്പോർട്ട് കൊടുക്കുകയും അന്വേഷണം ശരിയായ രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ തന്നെ ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനും സഹായിക്കണമെന്നാണ് ഈ ഏറ്റുമാനൂരിലെ ബഹുമാനരായ പോലീസ് അധികാരികളോട് ആക്ഷൻ കൗൺസിലിന്റെ പേരിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഇവിടെ വളരെ വിശദമായിട്ട് സംസാരിച്ചിരിക്കുന്നു എന്നതുകൊണ്ടും വെയിൽ മുറുകുന്നു എന്നതുകൊണ്ടും ഈ വെയിലോ ഈ മഴയോ ഒന്നും ഈ ആക്ഷൻ കൗൺസിലിനെ നാളിതുവരെ ബാധിച്ചിട്ടില്ല എന്നത് ഇന്ന് വളരെ അസൗകര്യമുള്ള ഒരു ദിവസത്തില് ഇത്രയധികം ആളുകൾ ഇവിടെ വന്നു എന്നതിന് തെളിവാണ്. ഇവിടെ പ്രിയപ്പെട്ട ശശികുമാർ സൂചിപ്പിച്ചതുപോലെ ഈ സമരം മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. നീതി നിഷേധത്തിനെതിരെയാണ്, നീതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. കുറ്റം ചെയ്തവർ ആരാണെങ്കിലും അവർ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. അവർക്ക് അർഹതപ്പെട്ട ശിക്ഷ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. എന്തിനായി എന്ന് ചോദിച്ചാൽ ഇപ്രകാരമുള്ള അനുഭവങ്ങൾ ഒരു കുടുംബത്തിലും ഒരു നാട്ടിലും ഉണ്ടാകാൻ പാടില്ല എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി ഇത്രയധികം ആളുകൾ ഇന്നിവിടെ സന്നിഹിതരായെങ്കിൽ നിങ്ങൾ എല്ലാവരെയും വളരെ ഹൃദയപൂർവ്വം ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ച് പോലീസ് അധികാരികൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. എൻ്റെ സഹോദരിയാണ് ജിസ്മോള്. ഇതുവരെ അവരിപ്പോഴും നല്ല സൂചിച്ച് നടക്കുന്നു.
ഇവിടെ ഇതുവരെ ഞങ്ങളുടെ ഇതിൽ ജിസ്മോക്ക് ഒരു നീതിയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യും, ബാക്കി ദൈവം ചെയ്യും. ആ ഒരു പൂർണ്ണമായ വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിലും പരാതികളും കേസും ഒക്കെ ആയിട്ട് പോയിട്ട് അതിന് പ്രത്യേകിച്ച് യാതൊരു ഫലവും അതിനകത്ത് യാതൊരു ഫലവും ഇല്ല. അവർ എന്തൊക്കെയോ FIR എഴുതി വെച്ചെന്നല്ല ഇപ്പം പറയുന്നത് കേട്ടല്ലോ. അതിൽ ഞങ്ങൾ തൃപ്തരല്ല. കാരണം ഞങ്ങൾ ജിസ്മോളെ അടുത്തറിയാവുന്നവർക്കറിയാം അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയില്ല. പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അതൊരിക്കലും നീതിയാകുകയില്ല. ദൈവം തീർച്ചയായും നീതി തരും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്നു. പുറകോട്ടില്ല, മുന്നോട്ടേ ഉള്ളൂ. പുറകോട്ടില്ല. ഞാൻ അവിടെ ആൻറ്റിയാണ്. പുറകോട്ട് ഞങ്ങൾ എത്ര ദിവസമായിരുന്നല്ലോ ഉറങ്ങിയിട്ട്. അതാണ് ഞങ്ങൾക്ക് സങ്കടമുണ്ട്. അവൾ നല്ലൊരു കുഞ്ഞായിരുന്നു. അവൾ എല്ലാം കൊണ്ടും കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ഇതുവെല്ലാം ചെയ്യാൻ തോന്നും. അവൾ ചെയ്യുകയല്ല സ്വയം ഇത്. അതെല്ലാം പ്രേരിപ്പിച്ച് ചെയ്ത് ഇതെല്ലാം രൂപ കൊടുത്ത് മറിച്ചതാണ്. പിന്നെ ഇതിനൊക്കെ വലിയ വലിയ ആൾക്കാരുമുണ്ട്. ഈ സംഭവം നടന്ന ആ ഒരു സമയത്ത് ഇത് ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കുറച്ചും കൂടെ ഊർജിതമാക്കി പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നടപടി എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചു പോലീസ് അത് കണ്ടെത്തുന്നു. പക്ഷേ ഇതുവരെ ഇപ്പോൾ 84 ദിവസമായി ഒരു അന്വേഷണത്തിലും ഞങ്ങൾക്ക് തൃപ്തികരമല്ല. അതുകൊണ്ടാണ് ഇതിപ്പം തുടങ്ങിയതേ ഉള്ളൂ. ഇനി എന്താണേലും എല്ലാവരും പൂർണ്ണമായിട്ട് സഹകരിച്ച് എങ്ങനെയും ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഇതിനെ മുന്നോട്ട് പോകും. കൂടുതലും വിളിച്ച് ചോദിച്ചാൽ SI പറയും ഞാൻ അവധിയിലാണ്, അല്ലെങ്കിൽ അവർ പറയും അവധിയിലാണ്. അപ്പം ചോദ്യത്തിന് വരികയല്ലോ. ജിസ്മോയുടെ ഫാദർ പറയുന്നത് ഒത്തിരി എന്നും പോലീസ് സ്റ്റേഷനിൽ കൂടെ നടക്കുന്നുണ്ട്. പക്ഷേ പോലീസിൻ്റെ സൈഡിൽ നിന്ന് ഭയങ്കര അവഗണനയാണ് ഉണ്ടാകുന്നത്. ഞങ്ങളുടെ ആങ്ങളെ ഇവിടെ അമ്മാച്ചൻ ഞങ്ങൾ പോകാവുന്നിടത്തോളം ഞങ്ങൾ പോകും. ഇനി അങ്ങനെ ഉണ്ടാകരുത് ഇവരിൽ നിന്നും. അറിയാവാ ആ SI പറഞ്ഞല്ലേടി എനിക്കും 2 പെമ്മക്കളുണ്ടെന്ന്. ഞങ്ങളോർത്ത് ശരിയാകുമെന്ന ഓർത്തത്. പക്ഷേ അതെല്ലാം അട്ടിമറിച്ച് പോയി. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് അവരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതീക്ഷ, അതായത് ഈ കേസിന് ഒരു നല്ല രീതിക്ക് അവസാനിപ്പിക്കുക, അതായത് എന്താണ് അങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്നുള്ള രീതിക്ക് എത്തിച്ച് നിങ്ങൾക്കൊരു സമാധാനം കിട്ടുന്ന രീതിക്ക് കേസ് അന്വേഷണം പോകുന്ന എപ്പോഴെങ്കിലും പോലീസിന്റെ ഭാഗത്തൊരു പ്രതീക്ഷ വന്നു? അവരെ ജിമ്മിനെയും ഫാദറിനെയും അറസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ സത്യാവസ്ഥയാവുന്നു. പക്ഷേ ഇത് വെറും ഒരു പ്രകടനമായിരുന്നു എന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി. പലതും മറയ്ക്കാൻ വേണ്ടി അത് പുറമേ വെറുതെ ഒരു ആക്ഷൻ ആക്കിയിട്ട് അത് ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലാണ്ട് ഇതിലൊരിക്കലും നീതി ലഭിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതൊക്കെയും എന്തൊക്കെയോ മറക്കാനായിട്ട് പുറമെ കാണിച്ച ഒരു പ്രകടനം മാത്രമായിരുന്നു അവരുടെ അറസ്റ്റ് ചെയ്യൽ. സാധാരണ രീതിയിൽ അവർ പ്രതികളെ വിട്ടയച്ചു. കടമയ്ക്ക് മാത്രം ചെയ്തു. അപ്പോൾ അവരുടെ വീട്ടുകാരുമായിട്ട് പോലീസിന് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വിചാരിക്കുന്നുണ്ട്. ഏത് ജിമ്മിയുടെ വീട്ടുകാരും ഈ ബിനോയ് മെമ്പറാണ് ഇതിനകത്ത് ഭയങ്കര കളിക്കുന്നത്. അവൻ്റെ അമ്മാച്ചൻ ഒരു മക്കളുമില്ല. അവനെല്ലാം തെളിവുകളെല്ലാം കഴിഞ്ഞേച്ചാണ് എൻ്റെ ആങ്ങളേനെ വിളിക്കുന്നത്. മോളും പിള്ളേരും മിസ്സിങ് ആണെന്നും പറഞ്ഞുകൊണ്ട്. അതിനു മുമ്പ് 2 പ്രാവശ്യം അവൻ്റെ ആൻറ്റിയും എല്ലാവരും വിളിച്ചിട്ട് മൊബൈൽ ബെല്ലടിക്കുന്നത് എടുത്തിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞാണ് എടുക്കുന്നത്. കാരണം ജിസ്മോളുടെ ഫോൺ ഓൾറെഡി ആ ദിവസങ്ങളിലും എപ്പോഴും വർക്കിംഗ് ആയിരുന്നു. കാരണം വീട്ടിൽ നിന്നൊക്കെ വിളിക്കും, ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ആ ഫോണിൽ ജിസ്മോൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല 2 ദിവസമായിട്ട്? അപ്പം എന്താണെങ്കിലും ജിസ്മോൾ ഫോണിന് ഇപ്പം ഞങ്ങൾ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇടുകയോ സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്ത് അന്നേരം റിപ്ലൈ ഇടും ജിസ്മോൾ എന്താ ഉണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരാൾ എപ്പോഴും ഫോൺ യൂസ് ചെയ്യുന്ന ആൾ 2 ദിവസം കൊണ്ട് ഫോൺ യൂസ് ചെയ്തില്ല എന്ന് പറയുമ്പം അതിനകത്തൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അവളെ അടുത്തറിയാവുന്നവർക്കറിയാം. പിന്നെ ഇപ്പം അത് തെളിയിക്കേണ്ടത് പോലീസാണ്, അധികാരികളാണ്. അത് തെളിയിക്കപ്പെടണം. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് നിൽക്കാൻ മേലാത്ത നിവൃത്തികേടിൻ്റെ പുറത്ത് അവർ ചെയ്തത്, അല്ലാതെ അവൾ ചെയ്യല ചെയ്യുന്ന വിശ്വസിക്കുന്നില്ല. പക്ഷേ അവരാണ് ഇതിനകത്തൊക്കെ. അപ്പോൾ നേരത്തെ ഇതിനു മുമ്പ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള രീതിക്ക് വീട്ടുകാരില്ല. അങ്ങനെ ജിസ്മോളുടെ കുടുംബത്തിനറിയാം അങ്ങനെ ഒരു ഇതില്ല. അങ്ങനെ അവൾ ചെയ്യല. അവൾ അങ്ങനെ പ്രോമിസ് ചെയ്തിട്ടുണ്ടെന്ന് ജിസ്മോയുടെ ചേച്ചിയൊക്കെ പറഞ്ഞത്. ആത്മഹത്യ ഒരു കാരണത്താലും ഒന്നിനും ഒരു സൊല്യൂഷനാണെന്നുള്ളത് അവൾക്കറിയാം. അവൾ അത്രയും ബോധമുള്ള വിവരമുള്ള ആളാണ്. അവൾ ഒരിക്കലും ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് പോകാൻ എന്താണ് കാരണം? പ്രതിഷേധത്തിലേക്ക് പോകാൻ കാരണം അന്വേഷണത്തിൽ പുരോഗതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് സമരത്തിലേക്ക് പോയത്. ഞങ്ങളുടെ പല ചോദ്യങ്ങൾക്കും പോലീസിന് മറുപടി നൽകാനില്ല. അന്വേഷണത്തിൽ മന്ദഗതി ആണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് പല സംശയങ്ങൾ ജനിപ്പിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ മാർച്ച് സംഘടിപ്പിച്ചത്. ഇത്രയും നാളായിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച സംഭവിച്ചതായിട്ടാണ് വ്യക്തമാവുന്നത്. തീർച്ചയായും പോലീസ് ശരിയായ അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. പല സാഹചര്യ തെളിവുകളും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ അത് ഒരു ഏജൻസി തന്നെ ഇത് ഏറ്റെടുത്തെങ്കിൽ മാത്രമേ അന്വേഷണം ശരിയായ ദിശയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ്
ഞങ്ങൾ ഇത് അന്വേഷണം മറ്റൊരു ഏജൻസി ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ശേഷം അതായത് ഇന്നത്തെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു ധർണയ്ക്ക് മുമ്പായിട്ട് അതായത് ഇത്രയും ദിവസങ്ങൾക്കിടയിൽ വേറെ എന്തെങ്കിലും ഒരു മാർച്ചോ എന്തെങ്കിലും നടത്തിയ ഒരു സാഹചര്യം? പല മാർച്ചുകൾ അയർക്കുന്നത്ത് നീറിക്കാട് ജിസ്മോളുടെ വിവാഹം കഴിച്ചയച്ച നീറിക്കാട് ഞങ്ങൾ സമരം നടത്തി. ജിസ്മോളുടെ സ്വന്തം നാട്ടിൽ സമരം നടത്തി. കോട്ടയം ഗാന്ധി സ്ക്വയറിൽ ധർണ നടത്തി. ഇത് 4ാമത്തെ പ്രക്ഷോഭമാണ്. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ മരണവുമായി ബന്ധപ്പെട്ട് 4ാമത്തെ പ്രക്ഷോഭമാണ് ഇപ്പോൾ ഇന്നിവിടെ നടന്നത്. ഇനിയും സമരങ്ങൾ ആരംഭിക്കും. ഈ 4 പ്രക്ഷോഭം നടന്നിട്ടും വേണ്ട വിധത്തിലുള്ള ഒരു നടപടികളും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന്? തീർച്ചയായും അങ്ങനെ ഒരു വിശ്വാസം ജനങ്ങൾക്കും ആക്ഷൻ കൗൺസിലും ആ കുടുംബത്തിനും ഉള്ളത് കൊണ്ടാണ്. എന്താണ് എന്നുള്ള നിജസ്ഥിതി ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ സാധിക്കുള്ളൂ. അത് മനസ്സിലാക്കി തരേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്, അതല്ലാതെ മറ്റാരുമല്ല. ആ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ശരിയായി ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ തുടർ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുന്നത്. ഞങ്ങളിപ്പോൾ പ്രതികരണ വിചാരണ വേദി ഞങ്ങളുടെ സംഘടന ഈ ജിസ്മോൾക്ക് പിന്തുണയായിട്ട് വന്നതാണ്. ഞങ്ങളിവിടെ ഒരു 10-20 പേര് എത്തിയിട്ടുണ്ട്. അപ്പം ജിസ്മോൾക്ക് വേണ്ടി ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും, എന്നും കൂടെ നിൽക്കും. പക്ഷേ ഇതിനൊരു നീതി ലഭിക്കുന്നില്ല. നമ്മുടെ ഏറ്റുമാനൂർ SHO നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ്. പുള്ളിയെ കാണുമ്പോൾ അറിയാം. പക്ഷേ പുള്ളിയെ മൂക്ക് കയറിയിട്ടിരിക്കുകയോ ഭരണകർത്താക്കൾ. പുള്ളിക്ക് അനങ്ങാൻ മേല. മൂക്ക് കയറിയിട്ട് കയറെ പിടിച്ചു കഴിഞ്ഞാൽ മുരി നിൽക്കുമോ, അനങ്ങുമോ? അപ്പോൾ അങ്ങനെ നിർത്തിയിരിക്കുവാണ്. അപ്പം നമുക്ക് നീതി കിട്ടിയാൽ മതി. ഈ ജിസ്മോൾക്കും കുഞ്ഞുങ്ങൾക്കും നമുക്ക് നീതി കിട്ടണം. അതുപോലെ തന്നെ ഈ ഷൈനി മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ അടിച്ചിറയിൽ ഒരു ചാക്കോച്ചനെ കഴുത്തറുന്നു കൊന്നു. അത് ആത്മഹത്യയാക്കി മാറ്റി. അതിൻ്റെ ഫീസ് എത്രയാണെന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. ഇങ്ങനെ പല സ്ഥലങ്ങളിലും കൊല നടക്കുന്നുണ്ട്. അതെല്ലാം ആത്മഹത്യയാക്കി മാറ്റുക. അപ്പോൾ അതിന് സർക്കാർ ചെയ്യേണ്ടത് ഒരു ഓഫീസ് വേണം. അതിന് പ്രത്യേക ഒരു ഓഫീസ്. അതിൽ 4 ഉദ്യോഗസ്ഥന്മാരെ വെക്കാം. ഒരു 50 ലക്ഷം രൂപ വീതം ഉദ്യോഗസ്ഥന്മാരോട് മേടിക്കാം. 2 കോടി രൂപ കിട്ടും. അവരുടെയും കുടുംബം കഴിയണ്ടേ, സർക്കാരിൻ്റെയും കുടുംബം കഴിയണ്ടേ? അപ്പം ഈ സർക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങളാണ്. അതാരും അറിയുന്നില്ല. ഈ മനുഷ്യനൊന്നും അത് അറിയുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഓഫീസിൽ ചെന്നാൽ ആ ഉദ്യോഗസ്ഥനെ ഏക്കേണ്ടത് നമ്മൾ ശ്രുതി കൊടുക്കണ്ട. അത് ജനങ്ങൾ ചിന്തിക്കുന്നില്ല. ഇതിങ്ങനെ പോയാൽ ഈ ലോകം എങ്ങനെയാകും? ഇവരെ 2 പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതല്ലാതെ വേറെ ഇതിനകത്തൊരു മുന്നോട്ട് ഒരു ഇതും നടന്നിട്ടില്ല. അമ്മേനെ അറസ്റ്റ് ചെയ്യും, അവരെ ജാമ്യത്തിൽ വിട്ടയച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് ഇതിനൊരു കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് തോന്നിയിട്ടുണ്ട്? അല്ല, ആദ്യമേ ഞങ്ങൾ വിചാരിച്ചായിരുന്നു ഇത് തീർച്ചയായിട്ടും ഇവർ പെട്ടെന്ന് തന്നെ ഇതിന് ഉത്തരം കണ്ടെത്തും എന്നുള്ളത് ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും ഞങ്ങൾക്ക് മനസ്സിലായി ഇത് മുന്നോട്ട് പോകുകയല്ല. ആരുടെയൊക്കെയോ ഭീഷണി പൈസ കൊടുക്കുകയോ എന്തൊക്കെയോ ചെയ്ത് ഇവർ അവരുടെ കൂടെ കൂടി. അത്രേ നമുക്ക് പറയാനുള്ളൂ. ഈ കേസിൻ്റെ തുടക്കത്തിലെ സമയങ്ങളിൽ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഇതിനൊരു കൃത്യമായ അന്വേഷണം ഉണ്ടാവുമെന്നുള്ള അവർ വെളിപ്പെടുത്തിയിരുന്നു. അതെ, തീർച്ചയായിട്ടും പോലീസുകാർ പറഞ്ഞല്ലോ ഞങ്ങൾ ഇതിനിടപെടും, നിങ്ങളൊന്നും പേടിക്കണ്ട. അപ്പം ഞങ്ങളും ഓർത്തു, എൻ്റെ അനിയത്തിയാണ്, ഞങ്ങളും ഓർത്തു തീർച്ചയായിട്ടും ഇതിനൊരു മുന്നോട്ട് അവരെ എന്തെങ്കിലും ഒരു അറസ്റ്റ് ചെയ്യുമെന്നുള്ളത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ യാതൊരു തെളിവും അവർ ശേഖരിക്കുന്നില്ല, ആരെ അറസ്റ്റ് ചെയ്യുന്നില്ല, ആരെ ചോദ്യം ചെയ്യുന്നില്ല. ഇങ്ങേറ്റം വേലക്കാരത്തിനെ പോലും ഒന്ന് ചോദ്യം ചെയ്തില്ല. ഏത് വീട്ടിൽ എന്ത് സംഭവം ഉണ്ടായാലും അവിടുത്തെ വേലക്കാരത്തിനെ ചോദ്യം ചെയ്യും. അതൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്ത് ഞങ്ങൾ വിശ്വസിക്കും? എന്തായാലും ഒരു നീതി വേണമല്ലോ, ഏത് കാര്യത്തിനും ഒരവസാനം വേണമല്ലോ. അത് ഞങ്ങൾ ചിന്തിച്ചുള്ളൂ. അപ്പോൾ ഈ മരിക്കുന്നതിന് മുമ്പ് വരെയും നിങ്ങളൊക്കെ ആയിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു ജിസ്മ? ഞങ്ങൾ എൻ്റെ അനിയത്തിയല്ലേ അവർ വിളിക്കും. ആങ്ങളുടെ കല്യാണം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ വീട്ടിലെല്ലാവരും പോയി, പിള്ളേരും എല്ലാമായിട്ട്. അവളുടെ ഇളയ മോളും എൻ്റെ മോളുടെ മോളും ഒരേ ദിവസം, അതായത് 13-ാം തീയതി ഫെബ്രുവരി 13-നുണ്ടായത്. ഇവള് എൻ്റെ മോള് രാവിലെ പ്രസവിച്ചു. അവളൊരു 11:30 ആയപ്പോൾ ആ കൊച്ചിനെ പ്രസവിച്ചു. 1 വയസ്സേ ആ കൊച്ചിനുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറയും ബർത്ത്ഡേ ഒക്കെ ഒന്നിച്ച് ആഘോഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അത്രയും സ്നേഹമായിട്ട്. അപ്പോൾ കൊച്ചുണ്ടായി കഴിഞ്ഞാൽ കൊച്ചുണ്ടായി അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കാര്യങ്ങളും വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ മോളെ കാണുമ്പോഴത്തേനും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ആ കൊച്ച് നടക്കുന്ന രീതിയിൽ അവളും നടക്കേണ്ടതല്ലേ. അത്
ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഒരേ ദിവസം ഉണ്ടായ കൊച്ച്, ബർത്ത്ഡേ ആണേലും നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കണം, അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷേ അവരുടെ വീട്ടിലെ സാഹചര്യം ഇതാണെന്നും അവൾ ഒരിക്കലും ഞങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഒരു സമയത്ത് എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണെങ്കിലും എന്തെങ്കിലും വിഷമമുള്ളതായിട്ട് ഒന്നും നിങ്ങളോടൊന്നും പറഞ്ഞില്ല? ഞങ്ങളാണേലും കല്യാണത്തിന് വന്നു, എല്ലാവരും കൂടെ കൂടി ആഘോഷിച്ചു, ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരുടെ പാട്ടും അങ്ങനെയൊക്കെ പാടാൻ ഞങ്ങളുടെ രീതി അതാണല്ലോ. അപ്പോൾ അതെല്ലാം ചെയ്തിട്ടും അങ്ങനെ ഒരു വിഷമം ഉണ്ടെന്നോ അല്ലെ ഒരു ബുദ്ധിമുട്ടാണെന്നോ ഞങ്ങളെല്ലാവരും ഇരുന്ന് രാത്രിയിലൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ടും അവളങ്ങനെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഈ ജിസ്മോളുടെ ഹസ്ബൻഡ് അപ്പോൾ നിങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയായിരുന്നു? ഞങ്ങളെ കാണുമ്പം അവൻ ചോദിക്കും, ചേച്ചി എപ്പോഴാണ് വന്നേ, അല്ലേ ചേച്ചി എന്നാണ്ട് വിശേഷം, അപ്പോൾ അല്ലേ എൻ്റെ മോൾ എന്തിയേ, അല്ലെ വേച്ചട്ടായി എന്തിയേ, അങ്ങനെ ചോദിക്കും. അപ്പം ഞങ്ങൾ പറയും. അല്ലാതെ നമ്മളോട് കൂടുതലൊരു ബന്ധങ്ങളൊന്നുമില്ല. പിന്നെ കൊച്ചെന്നാ എടുക്കും, അങ്ങനെയൊക്കെ നമ്മൾ ഔദ്യോഗികമായിട്ട് അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവരൊരുമിച്ച് ആണോ എല്ലായിടത്തും ഒക്കെ പൊയ്ക്കൊണ്ടിരുന്നതും വരുമൊക്കെ? എന്തെങ്കിലും നമുക്കറിയത്തില്ലല്ലോ. ഞങ്ങൾ എന്നാലും നമ്മുടെ ഫാമിലി എന്തെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഒക്കെ ഇവർ ഒരുമിച്ച് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അവർ വരാറില്ല അധികം, അങ്ങനെ വരികയല്ല. ഞങ്ങളെല്ലാവരും കൂടെ തറവാട്ടിൽ ഒന്നിച്ച് കൂടുമ്പോഴും ഇവരങ്ങനെ വരാറില്ല. അവർ പറയും തിരക്കാണ്, ജിമ്മിക്ക് അവധി കിട്ടിയില്ല എന്ന് പറയാം. അപ്പം നമ്മളൊക്കെ അറിയില്ലല്ലോ, ഞങ്ങൾ തൊടുപുഴയാണ് താമസിക്കുന്നത്, അപ്പം ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പം പിന്നെ കല്യാണത്തിനൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. പിന്നെ അവൻ്റെ കൊച്ചിൻ്റെ മാമോദിസായിക്കാണേലും എൻ്റെ മോൻ ഫോട്ടോഗ്രാഫറാണ്, അവനാണ് ഫോട്ടോ എടുത്തതും കാര്യങ്ങളെല്ലാം നടത്തിയത്. അപ്പം അങ്ങനെയൊക്കെയുള്ള സന്തോഷവും സ്നേഹത്തിലാണ് ഞങ്ങൾ ജീവിച്ചത്. ഈ അവസാന നിമിഷങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു വിഷമമുള്ളതായിട്ട് ഫീൽ ചെയ്തു, അതായത് മരിക്കുന്നതിൻ്റെ ആ അവസാന ദിവസങ്ങളിലൊക്കെ? ഇല്ല, അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ളതായിട്ടൊന്നും എനിക്കറിയില്ല. പ്രത്യേകിച്ചൊന്നും പറയുമോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവളുടെ പപ്പ ലണ്ടന് പോകാൻ നേരത്തെ എൻ്റെ മോളാണ് ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ അവളുടെ അടുത്ത് വന്ന് ടിക്കറ്റ് മേടിക്കാൻ വന്നപ്പോഴും അവൾ പപ്പായുമായിട്ട് അന്നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ അങ്ങനെയൊന്നും ഒരു സങ്കടം എന്ന് പറയാൻ നമുക്കൊന്നും തോന്നിയിട്ടില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയല്ല സംഭവിച്ചിരിക്കുന്നത്. പോലീസ് ഈ കേസ് എങ്ങനെയും അട്ടിമറിക്കാനാണ് പോലീസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസും ഇവിടുത്തെ ഭരണ നിയമ സംവിധാനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ജിസ്മോളുടെ ഈ മരണം, അതായത് കൊലപാതകം അങ്ങനെ തന്നെ പറയുന്നു, ഈ കൊലപാതകം അട്ടിമറിക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം വേണമെങ്കിൽ 1 by 1 ആയിട്ട് പറയാം. ഒന്നാമത്തെ കാരണം, ഈ ജിസ്മോള് മരണപ്പെട്ടു എന്ന് നമ്മൾ അറിയപ്പെടുന്നത് ഏപ്രിൽ മാസം 15-ാം തീയതിയാണ്. ആ ഏപ്രിൽ 13-ാം തീയതി ജിസ്മോൾ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ പോയതായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു കല്യാണമോ അങ്ങനെ എന്തോ പരിപാടിക്ക് പോയിട്ട് അതിനുശേഷം ജിസ്മോൾ ഭക്ഷണം കഴിച്ചതായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും ഇല്ല. പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുന്ന മെയിൻ സർജൻ, അതായത് ഷെയ്ഖ് ഹുസൈൻ, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജിസ്മോളുടെ വയറ്റിൽ ആഹാരവും വെള്ളവും ഇല്ലായിരുന്നു. അത് ഒന്നാമത്തെ ഒരു മെയിൻ പോയിൻ്റാണ്. ഇനി അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂറിനൽ ബ്ലാഡർ എംപ്റ്റി ആയിരുന്നു. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, ഞാനീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതാണ് യൂറിനൽ ബ്ലാഡർ എംപ്റ്റി ആയിരുന്നു. എംപ്റ്റി ആയിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതിനകത്ത് വെള്ളവും മൂത്രവും ഇല്ലായിരുന്നു. അതങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്താണ്, ജിസ്മോൾ വെള്ളം കുടിച്ചിട്ടില്ല, ജിസ്മോളുടെ ശരീരത്തിൽ ജലാംശം ഇല്ലായിരുന്നു, ജിസ്മോൾ തലേന്നും വെള്ളം കുടിച്ചിട്ടില്ല. ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് കണ്ടന്റ് എന്ന് പറയുന്നത്, ജിസ്മോളുടെ ബാക്കിൽ ഒരു പൊള്ളിയ പാട് പോലെ ഉണ്ടായിരുന്നു എന്ന് നമ്മളെല്ലാം ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ഇതിനെ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അത് സൂര്യതാപം ഏറ്റ് കൊമളച്ച് വന്ന് അത് വിട്ടുപോയതാണെന്നാണ്. ഈ പ്രതികൾ പറയുന്നത് പ്രകാരം അന്നേ ദിവസം 12:45 ജിസ്മോൾ പുഴയിൽ പോയി ആത്മഹത്യ ചെയ്തതിന് ശേഷമാണെങ്കിൽ ബോഡി കണ്ടെത്തുന്ന ഒരു 1:45 സമയത്താണ്. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ബോഡി കണ്ടെത്തിയെന്നാണ് പറയപ്പെടുന്നത്. അവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ 1 മണിക്കൂറിനുള്ളിൽ അവിടുത്തെ സൂര്യതാപം എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസാണ്. 30 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളത്തിൽ കിടക്കുന്ന ഒരു ബോഡിയിൽ 1 മണിക്കൂർ കൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയൊരു സൂര്യതാപം ഏൽക്കില്ല. അപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് അതിനു മുമ്പേ, അതായത് തലേ ദിവസമോ ഈ ബോഡി വെള്ളത്തിൽ പൊന്തി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും, കാരണം ബാക്ക് സൈഡിൽ അവരുടെ ടോപ്പ് മാറിക്കിടക്കുമായിരുന്നു, അപ്പോൾ ബോഡിയിലേക്ക് നേരിട്ട് സൂര്യപ്രകാശം അടിയും, ജീർണിക്കുന്ന ബോഡിയിൽ കുമ്പള പൊന്തും. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡെത്ത് ഓഫ് ടൈം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് എപ്പോൾ മരിച്ചു എന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ല. അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ഇവർ പറഞ്ഞിരിക്കുന്ന സമയത്തല്ല മരണം നടന്നിരിക്കുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന 2 കാരണങ്ങളാണ്. ഒന്നുകിൽ
ഈ ജിസ്മോളെയും കുട്ടികളെയും കൊലപ്പെടുത്തിയതിന് ശേഷം പുഴയിൽ കൊണ്ട് തള്ളി. അതല്ല എങ്കിൽ നമ്മുടെ വെഞ്ഞാറമൂട് അഫാൻ എന്നൊരു കക്ഷി ഈയിടെ ഒരു 5 പേരെ കൊലപ്പെടുത്തിയതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയിട്ട് പറഞ്ഞു ഞാൻ 6 പേരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോലീസിൽ ചെന്ന് പറയുന്നത്. പോലീസ് ഓടി വന്ന് പരിശോധിക്കുമ്പോൾ കാണുന്നത് 5 പേര് കൊല്ലപ്പെട്ടു. ഈ അഫാൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ടില്ല. പക്ഷേ അഫാൻ ധരിച്ചു വെച്ചിരുന്നത് അഫാൻ്റെ ഉമ്മയും മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 6 പേരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വ്യക്തി മരണപ്പെട്ടിരുന്നില്ല, അഫാൻ ധരിച്ചത് മരണപ്പെട്ടു എന്ന്. അതേ അവസ്ഥയിൽ ഈ ജിസ്മോൾ മരണപ്പെട്ടു എന്ന് ധരിച്ചുകൊണ്ട്, അതായത് അതേ അവസ്ഥയിൽ 99% മരണപ്പെട്ട ഒരു വ്യക്തി ജീവൻ എൻ്റെ അവസാന ശ്വാസം ബാക്കിയുണ്ടായിരിക്കെ കൊണ്ടപ്പുഴയിൽ തള്ളി. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവസാന ശ്വാസം വെള്ളം കുടിച്ച് മരിച്ചു. ഇങ്ങനെ സംഭവിക്കാം. ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നതല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ വേറെ ഫോറൻസിക് സയൻറ്റിസ്റ്റുകൾ, ഞാൻ വേറെ എൻക്വയറി നടത്തിയിരുന്നു, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയും സംഭവിക്കാം. മരണകാരണം മാത്രമേ അവിടെ ആ വെള്ളം അകത്ത് ചെന്നതായിട്ട് ശ്വാസം പൊട്ടി മരിച്ചതായിട്ട് പറയുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാരണങ്ങളും കൊലപാതകത്തിന് സമാനമാണ്. ഇത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു വരുള്ളൂ. ഇത് കൊലപാതകമാണ്. ഇനി ഇത്രയും കാര്യങ്ങൾ ഇപ്പം ഞാനീ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പുറകോട്ടൊന്ന് ചിന്തിക്കാം. അതായത് ഈ പ്രതികളുടെ വീട്ടിൽ 4 സൈഡ് CCTV ഉണ്ട്. കാരണം ഇവർക്ക് കുറേ വണ്ടികളും ബിസിനസ്സും വാഹനം റെൻറ്റിന് കൊടുക്കുന്ന പല ബിസിനസ്സും ഉള്ളത് കൊണ്ട് തന്നെ ഇവർ എപ്പോഴും CCTVകൾ അവിടെ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട് അവരുടെ വീട്ടിൽ. അത് സ്വാഭാവികമായിട്ടും ഒരുമാതിരിപ്പെട്ട മുതലാളിമാരെല്ലാം ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. അത് ഇവരുടെ വീട്ടിലുണ്ടായിരുന്നു. ഈ ജിസ്മോൾ ഈ പറഞ്ഞതുപോലെ അന്നേ ദിവസം ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം, കാരണം പോയിസൺ കഴിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്ന കാര്യത്തെ കൂടാതെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്ലിയറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പോയിസൺ ഉള്ളിൽ ചെന്നിട്ടുണ്ട്, എങ്ങനെയാണെങ്കിലും ഉള്ളിൽ ചെന്നിട്ടുണ്ട്. ജിസ്മോളിലുണ്ട്, 2 കുട്ടികളിലുണ്ട്. അതോടൊപ്പം തന്നെ കൈഞ്ഞരമ്പും മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള ഈ കുട്ടികളെ എടുത്തുകൊണ്ട് സ്കൂട്ടറിൽ എങ്ങനെ പോയി, പുഴയിലേക്ക് എങ്ങനെ പോയി എന്നുള്ളത് ഏറ്റവും വ്യക്തമായിട്ട് കാണാവുന്ന ഇവരുടെ വീട്ടിലെ CCTV ആണല്ലോ. ഓടിപ്പോകുന്നവർ CCTVയിൽ കാണുന്നതിനേക്കാളും ക്ലിയറായിട്ട് അവരുടെ വീട്ടിലുള്ള CCTVയിൽ കാണാം. ആ CCTV ഈ സംഭവത്തിന് ശേഷം അപ്രത്യക്ഷമായിരിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ അപ്രത്യക്ഷമാകുന്നത്? ഇതിനകത്ത് ദുരൂഹത ഉള്ളതുകൊണ്ടല്ലേ അപ്രത്യക്ഷമാകുന്നത്. ഇല്ലെങ്കിൽ അപ്രത്യക്ഷമാവേണ്ട കാര്യമില്ലല്ലോ. ആ സംഭവം അവർക്ക് ക്ലിയറായിട്ട് കാണിച്ചു കൊടുക്കാം. അതെ, ഇതാണ് ഈ സ്മോൾ പോകുന്ന സീന്, ഇതാണ് പിള്ളേരെ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. 2 പിള്ളേരെ, ഒരു പിള്ളേരെ മടി വെച്ചു, ഒരു പിള്ളേരെ ഡിക്കി വെച്ചു, അല്ലെങ്കിൽ ഒരു പിള്ളേരെ ചാക്കി കെട്ടി തൂക്കി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കാമല്ലോ അവർ വ്യക്തമായിട്ട്. അതൊന്നുമില്ല. അപ്പോൾ അത് അവിടെ നിന്ന് മാറ്റി. ബാക്കിയുള്ള CCTVയുടെ കഥകൾ നമ്മൾ ഇഷ്ടംപോലെ പറഞ്ഞതാണ്, അത് പോട്ടെ. അപ്പോൾ പിന്നെ ഇതിന് ശേഷമാണ് ഇവരൊരു ഡ്യൂപ്ലിക്കേറ്റ് CCTV രംഗത്തിറക്കിയിരിക്കുന്നത്. അത് എന്തിനിറക്കി? അങ്ങനെയാണെങ്കിൽ അത് ഈ പ്രതികൾ തന്നെ കൃത്രിമമായിട്ട് മാനിക്കുലേറ്റ് ചെയ്തുണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരം തെളിവുകളൊക്കെ ഉണ്ടായിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വരുന്നത്. ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും പോലീസ് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് കരുതി വെച്ച് കഴിഞ്ഞാൽ പോലീസിന് ഈ കേസ് എങ്ങനെയും ഇത് ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കണം. കാരണം കൊലപാതകമാണെന്നുള്ളതിന് നമുക്ക് ഏകദേശം ഒരു 10-12ഓളം തെളിവുകളും ഒരു 9 ദുരൂഹതകളും അത് ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരു 23 കാര്യങ്ങൾ ഇത് കൊലപാതകം ആണ് എന്നുള്ളതിലേക്ക് നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നേരെ മറിച്ച് ആത്മഹത്യ ആണ് എന്ന് വരുത്തി തീർക്കാൻ അതിൻ്റെ 4 ഇരട്ടി ഇവർ കിടന്നുകൊണ്ട് പരിശ്രമിക്കണം. കാരണം ആത്മഹത്യ ആണെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു കണ്ടൻറ്റും ഇല്ല. ആകെപ്പാടെ ഇവർ പറഞ്ഞുണ്ടാക്കി ഈ ഒരു കഥ മാത്രമേ ആത്മഹത്യയാണ് എന്നുള്ളതിന് തെളിവായിട്ടുള്ളൂ. ഇത് വെച്ചാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുന്ന കാര്യം. തീർച്ചയായിട്ടും ഈ പ്രതിഷേധം ക്രൈംബ്രാഞ്ചോ ഇനിയിപ്പോൾ CBIയോ ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ശരി, ഇതിനകത്ത് സത്യം തെളിയണം. അത്രേ ഉള്ളൂ. സത്യം എന്നുള്ളത് ക്ലിയർ കൊലപാതകമാണ്. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ക്ലിയർ കൊലപാതകമാണ് ഇത്. ഇതിനകത്ത് ആത്മഹത്യ എന്നുള്ളൊരു വാക്ക് ഇതിൻ്റെ എവിടെയും ഇല്ല. ഇത് കൊലപാതകം എങ്ങനെ നടന്നു എന്നുള്ളത് മാത്രമേ ഇനി ഇതിനകത്ത് കണ്ടെത്തേണ്ടത്. അത് അന്വേഷണ ഏജൻസിയാണ് കണ്ടെത്തേണ്ടത്, ഏതെല്ലാം രീതിയിൽ കൊലപാതകം നടന്നു എന്നുള്ളത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഇത് വെച്ച് കുടുംബക്കാരും പോലീസുകാരുമായിട്ട് ഒരു ചോദ്യം ഉത്തരവൊന്നും ഉണ്ടായി? കുടുംബക്കാർ ചോദിക്കുന്നുണ്ട്. പക്ഷേ കുടുംബക്കാരുടെ ഒരു അവസ്ഥ നമുക്കറിയാം. ഇതിനകത്ത് 2 കാര്യങ്ങളും കൂടെ നമ്മളിതിനകത്ത് നെഗറ്റീവായിട്ട് ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ പറയുന്നത് ഉചിതമല്ലെങ്കിൽ പോലും കുടുംബക്കാർക്ക് പല കാര്യത്തിനകത്തും പ്രഷർ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഫാക്റ്റും കൂടെ ഇതിനകത്ത് പ്രതിഫലിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു മകള് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വന്തം ചോരയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് എങ്കിൽ ഞാൻ ഈ രീതിയിലായിരിക്കില്ല ഇതിനകത്ത് ഇടപെടുന്നത്. അത്രേ എനിക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. എന്നാൽ എനിക്ക്
സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇതിനകത്ത് ഇടപെടുന്നത്. അതായത് നമ്മളെല്ലാം സഹോദരി സഹോദരന്മാരാണല്ലോ. അപ്പം സഹോദരിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എനിക്ക് വേദനിക്കും, അല്ലെങ്കിൽ എന്നെ ബാധിക്കും. ആ ഒരു രീതിയിൽ ഉള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ്, സാമൂഹ്യ നീതി ബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനകത്ത് പങ്കെടുക്കുന്നതും അതുപോലെ ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നത്.